ഭഗവാൻ തുടരുകയാണ്. പൃഥു മഹാരാജാവിനോട് പറയുകയാണ്, മുമ്പ് പറഞ്ഞതുപോലെ മനസ്സ് നിർമ്മലമാകുമ്പോൾ, അപ്പൊ മനസ്സ് നിർമ്മലമാകണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് തോട്ട്സിൽ നിന്നും പാസ്റ്റ് തോട്ട്സിൽ നിന്നും വിടുതൽ കിട്ടണം. അതിനാണ് നമ്മൾ അവെയർ ആവുന്നത്. അപ്പൊ ഈ പ്രസന്റിൽ നടക്കുന്ന ഒരു സംഭവത്തിലാണ് നമ്മൾ അവെയർനെസ് നിലനിർത്തുന്നത്. അത് ശ്വാസോച്ഛ്വാസമാണ്. ശ്വാസോച്ഛ്വാസം ഈ നിമിഷം നടക്കുന്ന സംഭവമാണ്. കഴിഞ്ഞുപോയ ശ്വാസോച്ഛ്വാസം ഒരു ഓർമ്മ മാത്രമാണ്. വരാൻ പോകുന്ന ശ്വാസോച്ഛ്വാസം ഒരു പ്രതീക്ഷ മാത്രമാണ്. ഇപ്പോഴുള്ള ശ്വാസോച്ഛ്വാസമാണ് യഥാർത്ഥം ആയത്. അപ്പൊ ഇപ്പോൾ ഉള്ള ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ നിർത്തുന്നത് ക്രമേണ 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 ഭൂത വർത്തമാന ഭാവികളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടാനാണ്. മുമ്പ് പറഞ്ഞതുപോലെ മനസ്സ് നിർമ്മലമാകുമ്പോൾ മായാസഹജവും ത്രിഗുണാത്മകവുമായ വിഷയാസക്തി പൂർണ്ണമായും നശിക്കുകയും നിത്യ സത്യമായ ആത്മാവിനെ ദർശിക്കുകയും പരിശുദ്ധമായ അന്ധകരണത്തോടുകൂടി പരമശാന്തിയെ അനുഭവിക്കുകയും ചെയ്യുന്നു. എൻ്റെ സ്വരൂപമായ നിർവികാര ബ്രഹ്മം തന്നെയാണ് അവരുടെയും സ്വരൂപമെന്ന പരമാർത്ഥ ബോധം അവർക്ക് ഉണ്ടാകുന്നു. ഭഗവാൻ പൃഥു മഹാരാജാവിനോട് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ യാഗമൊക്കെ ചെയ്യണം. ഒന്ന്, അത് രാജാവിൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ടാണ് ചെയ്യുന്നത്. രണ്ട്, രാജാവിന് ചെറിയ ആഗ്രഹങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. മനുഷ്യ ശരീരത്തിലിരിക്കുന്നവർക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല ആരായാലും. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലും വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അതിൽ കുറെ തടസ്സങ്ങളും കുറെ വിജയങ്ങളും ഒക്കെ നേരിട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചിന്തയിൽ നിന്നാണ് അതിനപ്പുറം വല്ലതുമുണ്ടോ എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുക. അപ്പോഴാണ് ഈ പറയുന്നതൊക്കെ പ്രസക്തമാവുക. അപ്പോൾ മാത്രമാണ് ഈ പറയുന്നതെല്ലാം പ്രസക്തമാവുക. ശ്രദ്ധാപൂർവം ജീവിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികത എന്ന് പറയുന്നത് ഏട്ടിലെ പശുവിനെ പോലെയാണ്. അത് പുല്ല് തിന്നൂല്ല, പാലൊട്ട് കറന്നെടുക്കാൻ പറ്റുകയും ഇല്ല. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ചിന്തകളിൽ നമ്മൾ വിഹരിക്കാറില്ല, നമ്മുടെ പ്രവൃത്തിയിലത്തൊന്നും പ്രതിഫലിക്കാറില്ല. അങ്ങനെ ചിന്തകളുടെ തലങ്ങളിൽ പലതരത്തിലുള്ള ഐഡിയോളജികളിൽ വിഹരിക്കുന്ന ആൾക്കാരുണ്ട്. കമ്മ്യൂണിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം, അങ്ങനെ പലതരത്തിലുള്ള ഐഡിയോളജികളിൽ വിഹരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഒന്നും ജീവിത പ്രവർത്തികളിൽ ആ ഐഡിയോളജിയുടെ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പലപ്പോഴും സാധിക്കാറില്ല. അതുപോലെ തന്നെ മറ്റൊരു ഐഡിയോളജി മാത്രമാണ് ഈ പലതരത്തിലുള്ള ദർശനങ്ങളും. പലർക്കും അവരുടെ നിത്യജീവിതത്തിൽ ഇതിൻ്റെ പ്രതിഫലനമൊന്നുമില്ല. ഈശ്വരനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടതെല്ലാം ഈശ്വരൻ തന്നെ കൊടുക്കും എന്ന് പറയുന്നവർ തന്നെയാണ് അന്നദാനത്തിന് ഉന്തും തള്ളും ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് വളരെ വിചിത്രമായ സംഭവം. നമ്മളെപ്പോഴും രാഷ്ട്രീയക്കാരെ പറ്റിയാണ് അങ്ങനെയൊക്കെ പറയുക. ആ മനുഷ്യൻ തന്നെയാണ് ഈ മനുഷ്യനും. അതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ചിന്തകൾ ഭഗവാനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം രോമാഞ്ചകഞ്ചുകിതമാകും, നമ്മൾ ഗദ്ഗദ കണ്ഠരാകും, കണ്ണ് ഈറനണിയും. അതൊക്കെ ശരിയാണ്. അതൊക്കെ വികാര പാരവശ്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഉള്ളൂര് പാടിയത്, അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധാപൂർവം, ജീവിത പ്രവർത്തികളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം. ആ നിരീക്ഷിക്കുന്നതിലൂടെയാണ് നമ്മുടെ ആശയങ്ങളുമായിട്ട് നമ്മൾ എത്ര കണ്ട് താദാത്മ്യം പ്രാപിച്ചു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ആ തിരിച്ചറിവ് വളരെ നല്ലതാണ് മുന്നോട്ട് പോകാൻ. ശ്രദ്ധാപൂർവം ജീവിക്കുന്നവർക്ക് മാത്രമേ ആധ്യാത്മികത പറഞ്ഞിട്ടുള്ളൂ. ഇതൊരു വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരെ ഒന്നും നമ്മുടെ ഭാരതീയ മഹർഷീശ്വരന്മാർ ആധ്യാത്മികരായി കണ്ടിട്ടില്ല. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഗൗരവമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട്, സീരിയസ് ആയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള നർമ്മബോധവും ഇല്ലാത്ത ഗൗരവം എന്നല്ല അതിൻ്റെ അർത്ഥം. നർമ്മവും എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ ഗൗരവതരമായിട്ട് എടുക്കണം. അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ ആധ്യാത്മികത. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ്
ഈ മനസ്സ് നിർമ്മലമാവുക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സാണ് പതുക്കെ 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 നിർമ്മലമാകും. മുമ്പ് പറഞ്ഞതുപോലെ മനസ്സ് നിർമ്മലമാകുമ്പോൾ മായാസഹജവും ത്രിഗുണാത്മകവുമായ വിഷയാസക്തി പൂർണ്ണമായും നശിക്കും, പൂർണ്ണമായിട്ട് നശിക്കും. നമ്മളിവിടെ ആരാധിക്കുന്ന ഈശ്വരൻ വേറെ എവിടെയോ ഇരിക്കുന്ന ഈശ്വരനൊന്നുമല്ല. നമ്മൾ ആരാധിക്കുന്ന ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നതാണ്. നമ്മുടെ ശരീരമാണ് ദേവാലയം. നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ഈശ്വര വിശ്വാസം സ്ഫുരിക്കുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഇല്ലെങ്കിൽ കുറ്റബോധമൊന്നും ഉണ്ടാവണ്ട, നമ്മൾ വീണ്ടും അഭ്യസിക്കണം. അപ്പൊ നമ്മൾ ഈശ്വര വിശ്വാസികളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ നിരീശ്വരവാദികളെക്കാൾ ഏതെങ്കിലും ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ള ധാരണ തികച്ചും തെറ്റാണ്, തികച്ചും തെറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ മുമ്പ് പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ മനസ്സ് നിർമ്മലമാകുമ്പോൾ, മനസ്സിലെ ചിന്തകളുടെ വേലിയേറ്റവും വേലിയിറക്കവും കുറഞ്ഞു വരുമ്പോൾ മായാസഹജവും ത്രിഗുണാത്മകവുമായ വിഷയാസക്തി പൂർണ്ണമായും നശിക്കും. വിഷയത്തോടുള്ള ആസക്തി ഉണ്ടാകുന്നത് ചിന്തകൾ കാരണമാണ്. ഈ ചിന്തകളാകട്ടെ നമ്മുടെ പിടിയിലല്ല, പെട്ടെന്ന് പൊടുന്നനെയാണ്, എവിടുന്നാന്നറിയല്ല ചിന്തകൾ വരും. അപ്പൊ ആ ചിന്തകൾ പൊടുന്നനെ വന്ന് നമ്മളെ ഗ്രഹിച്ച് നമ്മളെ വലയ്ക്കുന്നത് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. അപ്പം ശ്രദ്ധ ദൃഢമാകും തോറും ചിന്തകളുടെ പിടിയിൽ നിന്ന് നമ്മൾ മോചിതരാകാൻ തുടങ്ങും. അപ്പം നമ്മൾ നിർമ്മലരായിത്തീരും. നിർമ്മലരായിത്തീരുമ്പോൾ മായാസഹജമായിട്ടുള്ള ത്രിഗുണാത്മകമായ വിഷയാസക്തി, അത് മായാസഹജമാണ്. വിഷയാസക്തി തെറ്റായ കാര്യമൊന്നുമല്ല. വിഷയാസക്തരാണ് നമ്മളെങ്കിൽ മായാധീനരാണ് എന്നാണ് അതിനർത്ഥം. അപ്പൊ നമ്മുടെ പല ഈശ്വരോന്മുഖമായ ചര്യകളും വിഷയാസക്തിയുടെ വേറെ ഒരു വകഭേദം മാത്രമാണ്. നമ്മളിൽ പലരും ഈശ്വരനെ സമീപിക്കുന്നത് ജീവിതത്തിൽ പല പല വിഷയങ്ങൾ സാധിക്കാനാണ്. ജോലി കിട്ടാൻ, വിവാഹം നടക്കാൻ, കുട്ടികൾ ഉണ്ടാകാൻ, രോഗം മാറാൻ, ശത്രുക്കളില്ലാതെയാകാൻ, സ്വത്ത് ധാരാളം കിട്ടാൻ, പലതരത്തിലുള്ള ആഗ്രഹ സഫലീകരണത്തിനാണ് ഈശ്വരനെ സമീപിക്കുന്നത്. അതെല്ലാം മായാജന്യമായതാണ്. മായാസഹജമായ ത്രിഗുണാത്മകവുമായ മായാസഹജവും ത്രിഗുണാത്മകവുമായ വിഷയങ്ങളോട് ആസക്തി ഉണ്ടാവുക, അത് ഭൗതികമായതാണ്. ആ ഈശ്വരാരാധന ഒരു രീതിയിലും ആധ്യാത്മികമായതല്ല. അത് ഭൗതികതയുടെ വേറൊരു തലം മാത്രമാണ്. മെറ്റീരിയലിസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണത്. സ്പിരിച്വൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞ വേറൊന്നുണ്ട്. ഇതിപ്പോ മെറ്റീരിയലിസ്റ്റിക് സ്പിരിച്വാലിറ്റിയാണ്. പക്ഷെ മനസ്സ് നിർമ്മലമാകാൻ തുടങ്ങിയാലോ ചിന്തകളുടെ വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പം മായാസഹജവും ത്രിഗുണാത്മകവുമായ വിഷയങ്ങളോട് ആസക്തി ഉണ്ടാവില്ല. അത് ക്രമേണ പൂർണ്ണമായും നശിക്കും. അങ്ങനെ അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുമ്പോൾ വെള്ളത്തിന്റെ കലക്കൽ ക്രമേണ അടിഞ്ഞു പോകുമ്പോൾ അതിൽ പ്രത്യേകിച്ച് പ്രയത്നമൊന്നും ചെയ്യേണ്ട, ചന്ദ്രസൂര്യബിംബങ്ങൾ തെളിഞ്ഞു കാണാൻ പറ്റും. അങ്ങനെ നശിക്കുമ്പോൾ നിത്യസത്യമായ ആത്മാവിനെ ദർശിക്കും. നിത്യസത്യമായ പരമമായ ബോധത്തെ ദർശിക്കും. പരിശുദ്ധമായ അന്ധകരണത്തോടുകൂടി പരമശാന്തിയെ അനുഭവിക്കുകയും ചെയ്യും. അന്ധകരണങ്ങൾ പരിശുദ്ധമായി കഴിഞ്ഞാൽ, ചിന്തകളുടെ വേലിയേറ്റവും വേലിയിറക്കവും ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പരമമായ ശാന്തിയാണ്. ശാന്തിയെ നശിപ്പിക്കുന്നത്, അശാന്തിയാക്കുന്നത് ചിന്തകളാണ്. നല്ല ചിന്തകളായാലും ചീത്ത ചിന്തകളായാലും. അപ്പൊ പരമമായ ശാന്തിയെ അനുഭവിക്കുകയും ചെയ്യും. ഇതൊക്കെ പറ്റും എന്നുള്ളതാണ് വാസ്തവം. പരിശ്രമിച്ചാൽ ഇതെല്ലാം സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യുന്നു. എൻ്റെ സ്വരൂപമായ നിർവികാര ബ്രഹ്മം തന്നെയാണ് അവരുടെയും സ്വരൂപം എന്ന പരമാർത്ഥ ബോധം അവർക്കുണ്ടാകുന്നു. ഈ ചിന്തകളുടെ വേലിയിറക്കങ്ങളെല്ലാം പതുക്കെ 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 ഒഴിഞ്ഞു കഴിയുമ്പോൾ ശാന്തമാകുന്ന അന്ധകരണത്തിൽ പ്രതിഫലിക്കുന്ന, അല്ലെങ്കിൽ ആ ശാന്തകരണത്തിൽ അനുഭവപ്പെടുന്ന ബോധം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് എന്ന പരമാർത്ഥബോധം അവർക്കുണ്ടാകുന്നു. അതിന് പ്രത്യേകിച്ചൊരു പ്രയത്നം ചെയ്യേണ്ട ആവശ്യമില്ല.
ഈ ചിന്തകളുടെ കണ്ണാടിയിലെ മാലിന്യം മാറ്റിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന മുഖം തൻ്റേതാണ് എന്ന് തിരിച്ചറിയുവാൻ പ്രത്യേകിച്ചൊരു പ്രക്രിയ വേറെ ചെയ്യേണ്ടതായിട്ട് ഇല്ല. ആദ്യമായിട്ടാണ് കണ്ണാടി നോക്കുന്നതെങ്കിൽ ഒരാൾ ചൂണ്ടിക്കാണിച്ചു തരേണ്ടി വരും, അത് തന്നെയാണ് നിന്റെ മുഖം എന്ന്. അത് തന്നെയാണ് നിന്റെ മുഖമെന്ന് ചൂണ്ടിക്കാണിച്ചു തരേണ്ടി വരും. ആ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആളാണ് ഗുരു. അത് വ്യക്തിയാകാം, അതൊരാശയമാകാം, അതൊരു പുസ്തകമാകാം, പല രീതിയിലും പരമമായത് നമ്മളുമായിട്ട് സംവദിക്കും. അപ്പൊ അത് കാണിച്ചു തരികയാണ്, ചൂണ്ടിക്കാണിച്ചു തരികയാണ്. അത് ഒരു പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചു തന്നാൽ പിന്നെ എപ്പോ കണ്ണാടി നോക്കിയാലും നമുക്ക് ആ തിരിച്ചറിവുണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിക്കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ആ ചൂണ്ടിക്കാണിച്ച് തന്നത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ കണ്ണാടി വൃത്തിയുള്ളതായിരിക്കണം. അന്ധഃകരണമാകുന്ന കണ്ണാടി വൃത്തിയുള്ളതായിരിക്കണം. അതിൽ ചന്ദനത്തിന്റെ മാലിന്യമോ അഴുക്കിന്റെ മാലിന്യമോ ഉണ്ടാവാൻ പാടില്ല. രണ്ടായാലും അതിനെ മാറ്റണം. മാറ്റിക്കഴിയുമ്പം ആദ്യമായിട്ട് കണ്ണാടി നോക്കുന്നവർക്ക് ഒരു പക്ഷെ അതിൽ കാണുന്ന പ്രതിബിംബം വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നാം. അപ്പൊ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാം, അത് നിന്റെ മുഖം തന്നെയാണ്. അങ്ങനെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കൽ തിരിച്ചറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടുകയൊന്നുമില്ല. പിന്നെ എപ്പോൾ കണ്ണാടി നോക്കിയാലും അതിൽ മുഖം കാണുമ്പം അത് എൻ്റെ മുഖം തന്നെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഈ ചിന്തകൾ പതുക്കെ ഇല്ലാണ്ടാകുമ്പോൾ നിശ്ചലമാകുന്ന മനസ്സിൽ പ്രതിബിംബിക്കുന്ന ബോധം പരമാർത്ഥത്തെ വെളിപ്പെടുത്തി തരും. മൃദംഭരയാകുന്ന സത്യത്തെ വെളിപ്പെടുത്തുന്ന, സത്യം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള പ്രജ്ഞ, അറിവാണ്. താനെ സംഭവിച്ചുള്ളൂ. അതിനെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇത് മാത്രമേ ചെയ്യാൻ, കണ്ണാടി വൃത്തിയാക്കുക മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അതിൽ മുഖത്തെ പ്രതിബിംബിപ്പിക്കുവാൻ പ്രത്യേകിച്ച് പ്രയത്നമൊന്നും ആവശ്യമില്ല. പഞ്ചഭൂതാത്മകമായ ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയുടെ എല്ലാ വ്യാപാരങ്ങളും കണ്ടുകൊണ്ടിരിക്കുവാനും അവയുടെ നിയന്താവുമാണെങ്കിലും അവയിൽ ഒന്നിൻ്റെയും വൃത്തികളോട് ചേരാതെ ഉദാസീനനും നിർവികാരനുമായിരിക്കുന്നവനാണ് ആത്മാവ്. പഞ്ചഭൂതാത്മകമായ ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയുടെ എല്ലാ വ്യാപാരങ്ങളും കണ്ടുകൊണ്ടിരിക്കുവാനും അവയുടെ നിയന്താവുമാണെങ്കിലും അവയിൽ ഒന്നിൻ്റെയും വൃത്തികളോട് ചേരാതെ ഉദാസീനനും നിർവികാരനുമായിരിക്കുന്നവനാണ് ആത്മാവ് എന്ന് അറിയുന്നവർ ആരോ അവർ നിർമ്മലാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഇതൊക്കെ ആ ഹയർ തലങ്ങളിലേക്ക് ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതൊരു പക്ഷെ നമുക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി കൊള്ളണമെന്നില്ല, കാരണം നമ്മൾ യാത്ര ആരംഭിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഉറപ്പാണ് അവിടെ എത്തുന്നത്. കാരണം ഭഗവാൻ ഇപ്പം കഴിഞ്ഞ കുറച്ച് വാചകങ്ങളിലൂടെ ഈ സാധനയുടെ പന്ഥാവിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് മഹാരാജാവിന്. അദ്ദേഹം പറയുകയാണ്, പഞ്ചഭൂതാത്മകമായ ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും, മനസ്സ് എന്ന് പറയുമ്പം അഹങ്കാരവും ബുദ്ധി എന്നിവയുടെ എല്ലാ വ്യാപാരങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവനും അതിനെ അറിയുന്നവനും ബോധമാണത്. എല്ലാത്തിനെയും അറിയുക, ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ബോധം. അവിടുന്നും പോണം. പിന്നെയും തലങ്ങൾ പലതും ഉണ്ടെങ്കിലും ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കണ്ടുകൊണ്ടിരിക്കുന്നവനും അവയുടെ നിയന്താവുമാണെങ്കിൽ, കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മാറി നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം അതിനെ നിയന്ത്രിക്കാൻ പറ്റും. അതുമായിട്ട് ഇഴുകിച്ചേരുമ്പോഴാണ് നിയന്ത്രണ രഹിതമായി പോണത്. അല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അങ്ങനെ അവയുടെ നിയന്താവാണെങ്കിലും അവയിൽ ഒന്നിൻ്റെയും വൃത്തികളോട് ചേരാതെ, ഇത് ഓരോന്ന് കൊടുത്തരുന്ന വിഷയങ്ങളുമായിട്ട് ചേരാതെ, അതിൻ്റെ ഒന്നിൻ്റെയും വൃത്തികളോടും ചേരാതെ ഉദാസീനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുക എന്ന് പറയും. സഹജമായ പ്രവൃത്തിയല്ല, അല്ലാത്ത പ്രവൃത്തി എന്ന് പറയുന്നത് എക്സ്പെക്ടേഷനോട് കൂട്ടിയിട്ടാണ് പ്രവർത്തിക്കുക. അതെപ്പോഴും ഫ്യൂച്ചറിസ്റ്റിക്, ഭാവി തലത്തിലുള്ള പ്രവർത്തനമാണ്. അപ്പം ഭാവി തലത്തിലുള്ള പ്രവർത്തനം, ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പ്രവർത്തിക്കാതെ ഇരിക്കുന്നവർ, അവർക്ക് സഹജമായ സ്വധർമാചരണമൊക്കെ ഉണ്ടാവും. പക്ഷെ അവര് എന്തെങ്കിലും ഒന്നായി തീരുവാൻ വേണ്ടി പ്രയത്നിക്കുന്നവരല്ല. അങ്ങനെയുള്ളവരെയാണ് ഉദാസീനർ എന്ന് വിളിക്കുന്നത്.
അല്ലാതെ മടിയന്മാർ എന്നല്ല. ഈ വാക്കുകളൊക്കെ ഒരേ അർത്ഥതലത്തിൽ പലയിടത്തും പ്രയോഗിക്കുമെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് മടിയല്ല, ആലസ്യമല്ല. ആലസ്യം ഒരു തടസ്സമാണ്. ഇവിടെ ഉദാസീനത എന്ന് പറയുന്നത് ഒരു ഹയർ തലത്തിലുള്ള ഒരു താല്പര്യമില്ലായ്മയാണ്. ഉദാസീനരും നിർവികാരനുമായിരിക്കുന്നവനാണ് ആത്മാവ്. നിർവികാരനാണ്. ഈ വേലിയേറ്റ വേലിയിറക്കങ്ങളൊന്നും ആ പരമമായ ബോധത്തെ ബാധിക്കുന്നില്ല, ഇപ്പോഴും ബാധിക്കുന്നില്ല. പക്ഷെ അത് ബാധിക്കുന്നില്ല എന്ന് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. നിർവികാരനുമായിരിക്കുന്നവനാണ് ആത്മാവ് എന്ന് അറിയുന്നവർ ആരോ അവർ നിർമ്മലാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അപ്പം ഈ നമ്മുടെ അനാദര യോഗം പരിശീലിച്ച് അത് മുന്നോട്ട് പോയാൽ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതായിട്ടില്ല. വേറെ ഒരു ഫിലോസഫിയുടെയും ആവശ്യമില്ല. സത്യത്തെ കാണുമ്പം അത് സത്യമാണ് എന്ന് ഒരു പക്ഷേ തിരിച്ചറിവുണ്ടാക്കാൻ ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നേക്കാം. അത് ആ സമയത്ത് താനെ ആൾ വന്നോളും. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുവേണ്ടി നമ്മൾ കാലതാമസം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് ഈശ്വരൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ, വ്യക്തികളുടെ രൂപത്തിലോ ഒരു കൊഴിഞ്ഞു വീഴുന്ന ഇലയുടെ രൂപത്തിലോ ഒരു പഴം ഭക്ഷിക്കുന്ന പക്ഷിയുടെ രൂപത്തിലോ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പ്രകൃതി നമ്മളുമായിട്ട് സംവദിക്കും. അപ്പൊ നമുക്കൊരു തിരിച്ചറിവുണ്ടാവും, ഒരു സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്ക് വ്യക്തികളിൽ നിന്ന് തന്നെ ഉണ്ടാകണമെന്നില്ല. റിച്ചാർഡ് പി ഫെയ്ൻമാൻ എന്ന പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞന് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിന് ഒരു വഴിത്തിരിവുണ്ടാക്കി കൊടുത്തത്, അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റിൽ ആഹാരം കഴിക്കാൻ പോയപ്പം അവിടുത്തെ വെയിട്രസ് ഒരു സ്പൂൺ എടുത്ത് സ്പിൻ ചെയ്യുന്നത് കണ്ടിട്ടാണ്. ഒരു സ്പൂൺ എടുത്തിട്ട് അവരിങ്ങനെ സ്പിന്ന് ചെയ്ത് കളിക്കുന്നത്, ഇങ്ങനെ മുകളിലോട്ടിട്ട് തിരിച്ച് കളിക്കുന്നത് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധത്തിലെ ചില പ്രധാനപ്പെട്ട തിരിച്ചറിവുകൾ അദ്ദേഹത്തിനുണ്ടായത് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വ്യക്തി ആയിക്കൊള്ളണമെന്നില്ല. ആ തിരിച്ചറിവ് പ്രകൃതി നമുക്ക് തന്നോളൂ. അപ്പം ഗുരുവിനെ അന്വേഷിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ചിന്തകളെ പതുക്കെ 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 ഒതുക്കാനാണ് നമ്മൾ ഈ ഗുരുവിനെ അന്വേഷിച്ച് കളയുന്ന സമയം ചിന്തകളെ വീക്ഷിക്കുവാനും അനാദര യോഗം പരിശീലിക്കുവാനും കൊടുത്താൽ അത് ക്രമേണ നമ്മളെ പരമമായ ആനന്ദത്തിലേക്ക് എത്തിക്കും. അതിന് സംശയമൊന്നും വേണ്ട. അപ്പൊ പഞ്ചഭൂതാത്മകമായ ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയുടെ എല്ലാ വ്യാപാരങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവനും അവയുടെ നിയന്താവുമാണെങ്കിലും അവയിൽ ഒന്നിൻ്റെയും വൃത്തികളോട് ചേരാതെ ഉദാസീനനും നിർവികാരനുമായിരിക്കുന്നവനാണ് ആത്മാവ് എന്നറിയുന്നവർ ആരോ അവർ നിർമ്മലാനന്ദ സ്വരൂപമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അത് ബൈ ഡിഫോൾട്ടാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, കാരണം നിങ്ങൾ ഓൾറെഡി അതാണ്. പഞ്ചമഹാഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ, അന്ധകരണം എന്നിവ കൂടിച്ചേർന്ന് പ്രകാശിക്കുന്ന ശരീരം ആത്മാവിൽ നിന്ന് തീർത്തും ഭിന്നമാകുന്നു. സത്വരജ തമോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ജനനം, മരണം തുടങ്ങിയ വികാരങ്ങൾ ശരീരത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല. ആത്മാവ് അനശ്വരവും നിർവികാരവുമാണെന്ന സത്യം അറിയാവുന്ന വിദ്വാൻമാർ ഓരോരോ കാലങ്ങളിൽ വന്നും പോയും ഇരിക്കുന്ന സുഖം, ദുഃഖം തുടങ്ങിയ കാര്യങ്ങളിൽ ഭ്രമിക്കുന്നില്ല. സമ്പത്തിലും ആപത്തിലും അവർ നിർവികാരരായിരിക്കും. എപ്പോഴും എന്നിൽ പരാനുരാഗത്തോടു കൂടിയവരായി ഇരിക്കുക എന്നതാണ് അവരുടെ രീതി. അപ്പം ഈ അനിശ്ചിതമായ കാര്യങ്ങളിൽ, അല്പമായ കാര്യങ്ങളിൽ ഭ്രമിക്കാതെ അനൽപമായതിൽ തന്നെ നിൽക്കുക എന്നാണ് ഈ പറഞ്ഞത്. അതായത് പഞ്ചമഹാഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ. ഭേദതലത്തില് ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ആ ഇന്ദ്രിയങ്ങളുടെ ദേവതകളാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സർവ്വദേവതാ സാന്നിധ്യമുള്ള ഒരു പരിശുദ്ധമായ സങ്കേതം കൂടിയാണ്. അതിൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ഓരോ ദേവതകള് നിയന്ത്രിക്കുന്ന, അധിവസിക്കുന്ന സ്ഥലങ്ങളാണ്. പഞ്ചമഹാഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ, അന്ധകരണം എന്നിവ കൂടിച്ചേർന്ന് പ്രകാശിക്കുന്ന ശരീരം. ഇവയെല്ലാവരും കൂടി ചേർന്ന് കഴിയുമ്പോഴാണ് ശരീരം എന്ന ബോധമുണ്ടാവുന്നത്.
ഇതെല്ലാം കൂടി ചേർന്നില്ലെങ്കിൽ ശരീരം എന്ന ബോധം പൂർണ്ണമാവുകയില്ല. അപ്പൊ പ്രകാശിക്കുന്ന ശരീരം ആത്മാവിൽ നിന്ന് തീർത്തും ഭിന്നമാകുന്നു. വളരെ ഉയർന്ന തലത്തിലേക്ക് എത്തുമ്പോഴാണ് ഇതെല്ലാം ഒന്നിന്റെ തന്നെ വകഭേദങ്ങളാണെന്നറിയുക. പക്ഷെ ഇതൊരു സാധനയുടെ പ്രോഗ്രസ് ആണ്. അപ്പൊ ആദ്യം ഒരു ഭേദതലം തന്നെയാണ് സാധനയിൽ ഉണ്ടാവുക. ഇപ്പൊ ബോധം ഈ ശരീരത്തിൽ നിന്ന് വിഭിന്നമാണ്, ഈ ശരീരത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളൊന്നും ആ ബോധത്തിനുണ്ടാവുകയില്ല എന്ന് നമ്മൾ ആദ്യം അറിയും. അപ്പം ശരീരം ആത്മാവിൽ നിന്ന് തീർത്തും ഭിന്നമാകുന്നു. സത്വരജസ്തമോ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ജനനം, മരണം തുടങ്ങിയ വികാരങ്ങൾ ശരീരത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല. അതിപ്പോഴും നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. 5-ാം വയസ്സിലും 15-ാം വയസ്സിലും 25-ാം വയസ്സിലും 50-ാം വയസ്സിലും ഒക്കെയുള്ള നമ്മുടെ ബോധം എന്ന് പറയുന്നത് ഒരേ ബോധമാണ്. ശരീരത്തിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം, പക്ഷെ ആ ബോധത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് 60-ഉം 70-ഉം 80-ഉമായവർ പറയുന്നത് ഞങ്ങൾക്ക് 25 വയസ്സിന്റെ ചുറുചുറുക്കാണെന്ന്. അത് ആ ബോധത്തിന്റെ തലത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. അത് അറിയാതെ അറിയുന്ന ഒരു അറിവാണ്. ആ ബോധത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അത് വെറുതെ നമ്മളൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ബോധം അതിന് യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല. മാറ്റം ഉണ്ടാകുന്നത് ശരീരത്തിന് മാത്രമാണ്. വികാരങ്ങൾ ശരീരത്തിന് മാത്രമേ ഉള്ളൂ, ആത്മാവിനില്ല. ആ ബോധത്തിന് ആ മാറ്റങ്ങളില്ല, ശരീരത്തിന് മാത്രമേ മാറ്റങ്ങളുള്ളൂ. ആത്മാവ് അനശ്വരവും നിർവികാരവുമാണെന്ന സത്യം അറിയാവുന്ന വിദ്വാൻമാർ ഓരോരോ കാലങ്ങളിൽ വന്നും പോയും ഇരിക്കുന്ന സുഖം, ദുഃഖം തുടങ്ങിയ കാര്യങ്ങളിൽ ഭ്രമിക്കുന്നില്ല. ഇവിടെ ഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ പെട്ടുപോകുന്നില്ല എന്നർത്ഥം. ദുഃഖത്തിന്റെ കയത്തിലോ സുഖത്തിന്റെ കയത്തിലോ പെട്ടുപോകുന്നില്ല. ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞതുപോലെ ഇതെല്ലാം വന്നു പോകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനുഭവിക്കുക. ഇത് വന്ന് പോകുന്നതാണ്. ഇപ്പൊ സുഖം വന്നാലും അറിയണം ദിസ് ടു ഷാൽ പാസ്, ദുഃഖം വന്നാലും അറിയണം ദിസ് ടു ഷാൽ പാസ്. അത് അനുഭവിക്കരുതെന്നല്ല, ആ അനുഭവത്തിൽ കയറി പിടിച്ച് അതിനെ ഗ്രാസ്പ് ചെയ്യാൻ പാടില്ല, അതിൽ ഭ്രമിക്കാൻ പാടില്ല. അനുഭവിക്കരുതെന്നുള്ളതല്ല, ആ അനുഭവത്തിൽ ഭ്രമിക്കാൻ പാടില്ല. ഈ കാര്യങ്ങളിലൊന്നും ഈ ബോധത്തിന്റെ തലം, ബോധം അനശ്വരമാണ് എന്നറിയുന്നവർ ഈ വന്നു പോകുന്നതിൻ്റെ പുറകെ ഭ്രമിച്ചു പോകുന്നില്ല. അത് വന്നാൽ സുഖം വന്നാൽ സുഖിക്കും, ദുഃഖം വന്നാൽ ദുഃഖിക്കും. സമ്പത്തിലും ആപത്തിലും അവർ നിർവികാരരായിരിക്കും. അവർക്ക് വികാരവിക്ഷോഭം വന്നാൽ തന്നെ അതിൽ ഭ്രമം ഉണ്ടാവുകയില്ല, അതിൽ പെട്ടുപോവുകയില്ല. എപ്പോഴും എന്നിൽ പരമമായ ബോധത്തിൽ പരാനുരാഗത്തോടു കൂടിയവരായിരിക്കുക എന്നതാണ് അവരുടെ രീതി. അവരെപ്പോഴും ആ പരമമായ ബോധത്തിനോട് അവർക്ക് ആസക്തി ഉണ്ടെങ്കിൽ അത് എന്തിനോടാ? അത് ആ പരമമായ ബോധത്തിനോട് മാത്രമാണ്. ആ പരമമായ ബോധത്തിലാണ് അവർ ആസക്തരായിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം വന്നു പോകുന്നതാണ്. വന്നു പോകുന്നതിനെ അവരനുഭവിക്കും, പക്ഷെ ഒന്നിൻ്റെയും പുറകെ അവർ പോവില്ല. ഒന്നും സ്ഥിരമാക്കാനൊട്ട് ശ്രമിക്കുകയും ഇല്ല. ഒരിക്കൽ അനുഭവിച്ചത് ആവർത്തിക്കാനോ ആവർത്തിക്കാതിരിക്കുവാനോ അവർ ശ്രമിക്കുകയില്ല. വന്നു പോകുന്നതിനെ സ്വീകരിക്കും. അവരുടെ ശ്രദ്ധ എപ്പോഴും പരമമായ ബോധത്തിൽ ആയിരിക്കും.